ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിരുക്കുറളിൽ നിന്ന് വളരെ മനോഹരമായ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യതന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ രാജ്യതന്ത്രത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് അവിടെ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തന്നെ ഒറ്റാടൻ, ചാരവൃത്തി, സ്പൈ, ഡിറ്റക്റ്റീവ്സ് ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു രീതിയിലും മറ്റു രീതിയിലും ഒരു സ്പൈ ആണ് അല്ലേ? ഇത് ചെറിയ ഡിറ്റക്റ്റീവ് സ്വഭാവമൊക്കെ നമുക്ക് പുതിയ നൂറ്റാണ്ടിൻ്റെ ഭാഗമായിട്ടും പുതിയ ചുറ്റുപാടുകളുടെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് ഉണ്ട്. അതിന് കടക്കാതിരിക്കാൻ തീർച്ചയായിട്ടും തിരുക്കുറളിൻ്റെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ശത്രുക്കൾ, അയൽക്കാർ, ബന്ധുക്കൾ എന്നീ 3 വിഭാഗങ്ങളിൽപ്പെട്ടതിൽ നിന്നും സംഭവങ്ങൾ അറിയാൻ രാജാവ് അർഹരായ ഒറ്റന്മാരെ അഥവാ ചാരന്മാരെ നിയോഗിക്കേണ്ടതുണ്ട്. മുൻ അധികാരികളിൽ പ്രസ്താവിക്കപ്പെട്ട സദ്ഗുണങ്ങൾ ഉള്ള രാജാവിന് നാട് ഭരിക്കുമ്പോഴും അന്യനാട് ആക്രമിക്കുമ്പോഴും വേണ്ട കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ ചാരന്മാരുടെ സേവനം കൂടിയേ തീരൂ. ആ നിലയ്ക്ക് ഈ അധികാരത്തിന്റെ തുടർച്ച വ്യക്തം. ചാരനിയോഗം. അതെ, ഒരു രാജാവിന് ഈ ചാരന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ആ ഘടകം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണോ എന്നതാണ് കവി പറയുന്നത്. ഒറ്റും ഉരൈസാன்று നൂലും ഇവ രണ്ടും തെറ്റൻക മന്നവൻ കൺ. ഒരു മന്നവന്റെ പുറം കാണുന്ന 2 കണ്ണുകളെ പോലെ അക കണ്ണായിട്ട് 2 കാര്യങ്ങളാണ് കവി പറയുന്നത്. ഒന്ന്, ജ്ഞാനം. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ അപ്പുറത്ത് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജ്ഞാനം വേണം. അത് അങ്ങനെയുള്ള നീതി ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കേട്ടും അറിയണം. അതൊന്നും പറയും. പിന്നെ വന്ന് തന്നെ ചുറ്റും നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള ഒരു കണ്ണ് വേണം. അതാണ്, ആ കണ്ണായിട്ടാണ് ഒറ്റനെ അല്ലെങ്കിൽ ചാരനെ ഇവിടെ പറയുന്നത് കവി. ഈ രണ്ടും ഒരു രാജാവിന് വേണം. ഒറ്റും ഉരൈസാന്റെ നൂലും, നൂലെന്ന് പറഞ്ഞ ഗ്രന്ഥം. ഇവ രണ്ടും തെറ്റൻക മന്നവൻ കൺ. ഒറ്റും നിപുണരായ ചാരന്മാരും, ഉരൈസാന്റെ പുകഴ്പെറ്റ നൂലും നീതിശാസ്ത്ര ഗ്രന്ഥവും ആവുന്നു. ഇവ ഈ രണ്ടും അന്നേരം രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് കൺ. തൻ്റെ 2 കണ്ണുകളാണെന്ന് രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക്. മന്നവൻ, രാജാവ്. തെറ്റെൻക, അറിയണം. പോറ ജോസി സാർ. 59 തമിഴിൽ ഒറ്റാടൽ, ചാരവൃത്തി, അതുപോലെ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, അവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതാണ് ഈ അധ്യായം പറഞ്ഞു വയ്ക്കുക. ഒരുപക്ഷെ സംസ്ഥാനത്തിനും രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കുമൊക്കെ ഈ ഇന്റലിജൻസും ഈ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ചില സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അത് നന്മയായും ചിലപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലും ഒക്കെ ആയിത്തീരാം. പലരും നുഴഞ്ഞു കയറിയിട്ട് പലരെയും പല രീതിയിൽ കബളിപ്പിച്ചും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് പോകും. ഇനി നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുൻകൂട്ടി അറിയാനാണ് ഉപകാരപ്പെടുന്നതെങ്കിൽ ഓക്കെ, അതൊരു പക്ഷേ അതിലൊരു നന്മയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് രാജ്യ അധികാരികൾക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ അധ്യായം പറയുക. ഇന്റലിജൻസ് പ്രവർത്തനങ്ങളും വളരെ ബഹുമാനിക്കപ്പെടുന്ന പുസ്തകങ്ങളും ഒരു രാജാവ് അവയെ തന്റെ കണ്ണുകളായി കണക്കാക്കണം. ബോധം ഉണ്ടായിരിക്കണമെന്ന് സൂചന. എല്ലാവർക്കും സംഭവിക്കുന്നതെല്ലാം അറിയുക,
എല്ലായ്പ്പോഴും അത്തരം ബുദ്ധി നേടുക എന്നത് ഒരു രാജാവിന്റെ കടമയാണ്. ഒരു രാജാവിന് വിജയത്തിലേക്കുള്ള മികച്ച മാർഗം നിരീക്ഷണത്തിൽ ചാരന്മാരെ വിന്യസിക്കുകയും വിശ്വസനീയമായ ബുദ്ധി ശേഖരിക്കുകയും ചെയ്യുക. പലതും അതിനേക്കാൾ ഒട്ടും മികച്ചത് അല്ല എന്നാണ് രേഖപ്പെടുത്തുക. ഉദ്യോഗസ്ഥർ, ബന്ധുക്കൾ, ശത്രുക്കൾ എന്നിങ്ങനെ എല്ലാവരെയും നിരീക്ഷണത്തിൽ വയ്ക്കുന്നത് ഒരു ചാരന്റെ ജോലിയാണ്. ഒരു ചാരൻ അദൃശ്യമായി പ്രത്യക്ഷപ്പെടാൻ പ്രാപ്തനായിരിക്കും. മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നിർഭയം നോക്കുകയും നിർണായക വസ്തുതകൾ ഒരിക്കലും വെളിപ്പെടുത്താതിരിക്കുകയും വേണം എന്ന് വേണമെങ്കിൽ ഒരു ആമുഖമായിട്ട് ഈ പാഠത്തിന് പറയാൻ സാധിക്കും. 581 ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റും ഉരയിച്ചാൻഡ നൂലും ഇവൈ രണ്ടും തെറ്റൻക മന്നവൻ കൺ. ചാരനും നീതിശാസ്ത്രങ്ങളും ഇത് രണ്ടും രാജനേത്രങ്ങളായി തെളിക. രാജാവ് ചാരന്മാരെയും പ്രശസ്തമായ വേദങ്ങളെയും തന്റെ കണ്ണുകളായി കണക്കാക്കണമെന്ന് ഗദ്യരൂപത്തിൽ പറയാം. രഹസ്യാന്വേഷണം ചെയ്യും ദൂതനും നീതിയോടോതിടും ഗ്രന്ഥവും അരജൻ തന്റെ 2 കണ്ണായി ഗണിക്കണം എന്ന് കവിയുടെ ഭാഷയിൽ. ഓവർ. മാം അൺമ്യൂട്ട് ചെയ്യണേ. Written by the revered poet Thiruvalluvar, the Thirukural is a timeless collection of couplets that offers guidance on every aspect of life, from ethics and politics to love and domestic life. Each verse is a gentle whisper of wisdom, a compassionate guide that touches the heart and reminds us of our shared humanity. Chapter 59, Spy or Detectives. For a detective, every case is a puzzle with human lives hanging in the balance. They navigate a world of shadows, searching for truth in the deception of others. Yet, beneath the hardened exterior lies a profound empathy, a commitment to giving a voice to those who can no longer speak for themselves. Their true purpose isn't just to solve a crime, but to bring a glimmer of closer to a heartbroken world. Quran 581. King should regard spies and renowned scripture as his eyes. Long ago, a wise king ruled a prosperous kingdom, and his people flourished under his just reign. He was a master of strategy, understanding that true strength came not from brute force, but from wisdom and foresight. His most trusted advisors were not just generals and ministers, but a network of skilled spies and the ancient wisdom contained within sacred texts. With his spies as his eyes on the world and the scriptures as his inner moral compass, he ensured his kingdom remained a beacon of peace, forever protected by the light of truth and intelligence. Thank you, sir. Over. ഖുർആൻ 581. ഒറ്റും ഉരയിച്ചന്റെ നൂലും ഇവൈ രണ്ടും തെറ്റൻക മന്നൻ കൺ. ഖുർആൻ 582. മർദോസ് സർ അഡ്മിറ്റ് ചെയ്യണേ. മർദോസ് സർ അഡ്മിറ്റ് ചെയ്യും.
எல்லார்க்கும் எல்லாம் நிகழ்பவை எஞ்ஞான்றும் வல்லறிதல் വേന്തൻ തൊഴിൽ. എല്ലാവർക്കും, ശത്രുക്കൾ, അയൽക്കാർ, ബന്ധുക്കൾ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നികൾഭവൈ എല്ലാം, സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എഞ്ഞാണ്ടും എല്ലാ ദിവസവും വല്ലറിതൽ, ചാരന്മാരാലും മറ്റും അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വേന്തൻ തൊഴിൽ, രാജാവിന്റെ ധർമ്മമാകുന്നു. ഓവർ. സാറ് രണ്ടാമത്തെ കുറൾ ഇട്ടിട്ടില്ലേ? കുറൾ 581 തന്നെ കിടക്കുക. ഓക്കെ, താങ്ക് യു സർ. അധികാരം 59, ഭാഗം തിരുക്കുറളിന്റെ ഭാഗം 2, ഒറ്റാടൽ, ചാരവൃത്തി അല്ലെങ്കിൽ ചാര നിയോഗം. കുറൾ 582. എല്ലാവർക്കും എല്ലാം നികഴ്ചവൈ എഞ്ഞാൻറും വൽ അറിതൽ വേന്തർ തൊഴിൽ. എങ്ങും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നതെല്ലാം ധരിക്കൽ നൃപധർമ്മം. വീട്ടിലുള്ളവർ, അയൽക്കാർ, ബന്ധുക്കൾ, അതുപോലെ ഒരാളുമായി ബന്ധമുള്ളവരെ കുറിച്ച് ദിനേന അന്വേഷിക്കുന്നത് ഉചിതം. രാജാവിനോ ശത്രുക്കൾ, ബന്ധുക്കൾ, അയൽ രാജ്യക്കാർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ചാരന്മാരാലും മറ്റും അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ്. അത് രാജധർമ്മത്തിൽ വരുന്നു. രാജാവിന് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും കൈവരിക്കേണ്ടതുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള കാൽവയ്പ് അഭികാമ്യമാണ് താനും. എപ്പോൾ വേണമെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. അപ്രതീക്ഷിതമായ പ്രകൃതിയുടെ വ്യതിയാനങ്ങളല്ലാത്തവ കാലേക്കൂട്ടി മനസ്സിലാക്കി ആവശ്യമായ മുൻകരുതലുകൾ വളരെ ഗുണകരവും അനുകരണീയവുമാണ്. ചാരൻ എന്നാൽ രഹസ്യ നീക്കങ്ങൾ കൗശലപൂർവ്വം മനസ്സിലാക്കുന്നവനെന്നിരിക്കെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഇവരെ പിന്തുടരാവുന്നതാണ്. ആരൊക്കെയാണ് ഒരു രാജ്യത്തിലെ, നാട്ടിലെ നല്ല തൊഴിലാളികൾ, കാര്യപ്രാപ്തിയുള്ളവർ? ആരെ വിശ്വസിക്കാം, ആരെ അവിശ്വസിക്കണം? മിത്രങ്ങളായി കൂടെ നിർത്താവുന്ന മറ്റു രാജാക്കന്മാർ ആരൊക്കെ? ശത്രുക്കൾ ആരാണ്? എങ്ങനെയാണ് അവരുടെ നീക്കം? തുടങ്ങി നല്ലതും മോശവുമായ കാര്യങ്ങൾ സത്യസന്ധമായി രാജാവിനെ ധരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ചാരൻ. ദൂതൻ, ഒറ്റുകാരൻ, വേഷം മാറി നടന്ന് ശത്രുക്കളുടെ വർത്തമാനങ്ങൾ അറിയുന്നവൻ എന്നൊക്കെ ചാരന് നിർവചിക്കാം. ചരിത്രം നോക്കാം. പുരാതന കാലം മുതൽ തന്നെ സൈനിക കാര്യങ്ങളിൽ ചാരവൃത്തിക്ക് പ്രാധാന്യമുണ്ടെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. BC 1750 മരിച്ച ഹമ്മുറാബി രാജാവിന്റെ കൊട്ടാരത്തിൽ നയതന്ത്ര ദൂതനായി വേഷം മാറിയ ചാരൻ നടത്തിയ റിപ്പോർട്ടാണ് ഏറ്റവും പഴക്കമുള്ള രഹസ്യരേഖ. പുരാതന ഈജിപ്തുകാർക്ക് വികസിതമായ ഒരു രഹസ്യ സേവനം തന്നെ ഉണ്ടായിരുന്നു. നമ്മളിലെല്ലാം ഒരു ചാരനുണ്ട്. അത് സംശയത്തിൽ നിന്നും തുടങ്ങും, പിന്നെ സംശയം കൂടും, ഒടുവിൽ ബദ്ധശത്രുവാകുവാനുള്ള സാഹചര്യം ഒരുങ്ങും. ദുഷ്ടചാരന്മാർക്ക് മരണം പോലും പ്രയോജനം നൽകുകയില്ല. ഇവിടെ ഖുറാൻ പറയുന്നു, സദുദ്ദേശിയായ ചാരന്മാരെയും രാജാവിന് ആവശ്യം തന്നെ. ദോഷകാര്യങ്ങൾ എതിർക്കുന്നതിന് ആവശ്യമെങ്കിൽ നല്ല കാര്യങ്ങൾ രാജ്യ പുരോഗതിക്ക് അത്യാവശ്യവും. ഈ ഖുറാനിൽ പറയുന്നതും അതുതന്നെ. എല്ലാവർക്കുമെല്ലാം നികഴ്ചവൈ എഞ്ഞാൻറും വല്ലറിതൽ വേന്തൻ തൊഴിൽ. എങ്ങും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നതെല്ലാം ധരിക്കൽ, മനസ്സിലാക്കൽ നൃപധർമ്മം. ഓവർ സർ, താങ്ക് യു.
Qural 582. Duty of king is to know every time about everything occurring to everybody at the moment. എല്ലാവർക്കും എല്ലാം നികഴ്പവൈ എഞ്ഞാൻഡും വൽ അറിതൻ വേന്തൽ തൊഴിൽ. കുരൽ 583. ഒറ്റിനാൻ ഒറ്റി പൊരുൾ തെരിയ മന്നവൻ കൊറ്റം കൊളക്കിട അന്തത് ഇൽ. ഒറ്റിനാൻ ഒറ്റി, ചാരന്മാരാൽ ഒറ്റി, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി അറിഞ്ഞ് പൊരുൾ അവയുടെ ഫലം പെരിയ ചിന്തിച്ചറിയാത്ത മന്നവൻ രാജാവ് കൊറ്റം കുളം കിടന്നത് വിജയത്തിലെത്തുന്നതിന് മറ്റൊരു മാർഗവുമില്ല. അദ്ദേഹം രാജഭരണത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും, വിജയത്തിലേക്ക് അടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 3 കുറളിലും, ആദ്യത്തെ 3 കുറളിലും ചാരവൃത്തിയുടെ പ്രാധാന്യം, അത് എന്തിനാണ് അത് വേണ്ടത്, രാജാവിന് എന്തുമാത്രം അത് ഉപകരിക്കുന്നുണ്ട്, ഒരു രാജ്യത്തിന് എന്തുമാത്രം അത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യത്തെ 3 കുറളില്. അതാണ് ഇവിടെ കവി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓവർ. താങ്ക് യു സർ. കുറൽ 583. ഒറ്റിനാൻ ഒറ്റി പൊരുൾ തെരിയാ മന്നവൻ കൊറ്റം കൊളക്കിടന്തതു ഇൽ. ചാരനിൽ നിന്നറിഞ്ഞാരാഞ്ഞു സത്യമുണരാ നൃപന് വിജയപദമില്ല. നാടുവാഴുന്ന രാജാവിന് 2 കണ്ണുകൾ മാത്രമേയുള്ളൂ. എല്ലായിടത്തും അവ ചെന്നെത്തി. ഇനി എന്താണ് വേണ്ടത്? ചാരന്മാരെ നിയോഗിക്കണം. അവർ സത്യസന്ധരായിരിക്കണം, നിരീക്ഷണ പടുക്കളായിരിക്കണം, ഉത്സാഹശീലരായിരിക്കണം, നാടിനെയും രാജാവിനെയും ഒറ്റുകൊടുക്കാത്തവരായിരിക്കണം. അങ്ങനെയുള്ള ചാരന്മാർ നാട് മുഴുവൻ ചുറ്റി നടന്ന് ജനജീവിതത്തിന്റെ നിലവാരവും നന്മതിന്മകളും നേരിട്ടറിഞ്ഞ് രാജാവിന് പകർന്നു കൊടുക്കുന്നു. അവരിലൂടെ രാജാവ് എല്ലാം കാണുന്നു. അതുകൊണ്ടാണ് ചാരന്മാരെ രാജനേത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തും സഹിക്കുന്നവരും ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നവരുമായിരിക്കണം ചാരന്മാർ. നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ വിശ്വസ്തരായിരിക്കണം. തിരുത്തേണ്ടത് തിരുത്തുവാനും സ്വയം നവീകരിക്കുവാനുമുള്ള അവസരങ്ങൾ അവരിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആരും 100% തെറ്റല്ല, 100% ശരിയുമല്ല. എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാവും. സ്വയം അറിഞ്ഞും അന്യരിൽ നിന്ന് മനസ്സിലാക്കിയും അത് തിരുത്തണം. കേടായ ഒരു വാഹനം കേടുതീർത്തേ മുമ്പോട്ട് പോകാവൂ, അല്ലെങ്കിൽ അത് വഴിയിൽ കിടക്കും. അങ്ങനെ വഴിയിൽ കിടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതിന് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തേണ്ടതുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമുണ്ട്. കുറൽ 583. ഒറ്റിനാൻ ഒറ്റി പൊരുൾ തെരിയാ മന്നവൻ കൊറ്റം കൊളക്കിടന്തതു ഇൽ. ചാരനിൽ നിന്നറിഞ്ഞ ആരാഞ്ഞു സത്യമുണരാ നൃപന് വിജയപദമില്ല. താങ്ക് യു. Sacred Couplet 583. No way out for success to a king who never gets spy reports of events and realizes consequences. In the ancient land of Kuru, King Duryodhana, blinded by arrogance, refused to listen to the warnings of his spies about the growing strength of the Pandavas. He dismissed their detailed reports as the fears of cowards and their counsel as the words of traitors. He did not realize that the very foundation of his kingdom was crumbling, as his enemies were gathering their forces and building alliances with other kings. When the great war finally erupted, Duryodhana was ill-prepared and overwhelmed, for he had failed to see the inevitable consequences of his own pride. His ultimate downfall was a tragic reminder that a king without eyes to see the world's
hidden truths is a king destined to fall. As the old saying goes, the man who closes his eyes to a threat will soon find it at his door. Thank you. '84. സാർ മ്യൂട്ടാണ്. സാർ മ്യൂട്ടാണ്. സാബു സാർ 584. സാബു സാർ അവിടെ ഇരിപ്പില്ലെന്ന് തോന്നുന്നു. സാർ ഓക്കെ 554 അങ്ങ് തുടങ്ങിയാലും. തുടങ്ങി. வினை செய்வார் தம் சுற்றம் வேண்டாதார் என்று ஆங்கு அனைவரையும் ஆராய்வது ஒற்று. ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക്, അതുവരെ രണ്ടാമത്തെ വാക്ക്. തം ചുറ്റം, തം രാജാവിന്റെ കീഴിൽ, എന്നിട്ട് ആദ്യത്തെ വാക്ക് എടുക്കുക. വിനി സേവാർ, ഓരോരോ തൊഴിൽ ചെയ്യുന്നവരായ ആളുകൾ. എന്നിട്ട് നാലാമത്തെ വാക്ക് ചുറ്റം, ബന്ധുജനങ്ങൾ, തന്റെ ചുറ്റുമുള്ളവർ. ആദ്യത്തെ വരയിലെ നാലാമത്തെ വാക്ക് വേണ്ടാതാർ, ശത്രുക്കൾ, എന്നിങ്ങനെയുള്ള അനേവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ ആരായത് നിരീക്ഷിച്ച് വിവരം യഥാസമയം രാജാവിനെ അറിയിക്കുന്നവനാണ് ഒറ്റ് ചാരൻ. അതായത് ആ ചാരൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ള വിശേഷങ്ങളാണ് ഇനി പറയുന്ന 4 കുറളിലേക്ക് കവി പറയുന്നത്. ആദ്യം ഒറ്റിന്റെ കാര്യം കുറിച്ച് പറഞ്ഞു. ഇനി ഒറ്റൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അവന്റെ സ്വഭാവ ഗണങ്ങൾ, അവന്റെ പ്രവൃത്തി, അവന്റെ അന്വേഷണം, ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അതിൽ ആദ്യത്തേതായിരുന്നു ഇത്. നാട്ടിൽ കാര്യപ്രാപ്തിക്ക് സഹായകരമായ തൊഴിലുകൾ ചെയ്യുന്നത് ആരൊക്കെ, ബന്ധുക്കളായി വർത്തിക്കുന്നവർ ആരൊക്കെ, ശത്രുക്കൾ ആരൊക്കെ തുടങ്ങി ഓരോരോ വിഭാഗത്തിലും പെടുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൃത്യമായ അവസ്ഥ രാജാവിനെ യഥാസമയം അറിയിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നല്ല ചാരൻ. ഓവർ. ഷിലമം. അല്ല, ശ്രീകുമാരി മാം ആണ്. ശ്രീകുമാരി മാം ആബ്സെന്റ് ആണ്. ശ്രീമാരി മാമില്ലേ, ഞാൻ പറഞ്ഞോളാം. Yes. തൊഴിലാളർ, ബന്ധുക്കൾ, ശത്രുക്കളെന്ന് തൊട്ടവര വരെ യാരാരൂൻ ചാരൻ. Spying is to observe and study workers, kith and kings, enemies, and everyone. വിനയ് ചെയ്യാർ തം ചുറ്റം വേണ്ടാതാർ എന്റെ ആങ്കു അനേവരെയും ആരായത് ഒറ്റു. കുറൾ 585. ഇംഗ്ലീഷ് പറഞ്ഞില്ല. 584 ഇംഗ്ലീഷ് 85 അല്ലേ? ഇല്ല, 84 ഇംഗ്ലീഷ് പറഞ്ഞില്ല. 84 പറഞ്ഞില്ലായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞോ. സാറേ അത് വർഗീസ് സാറോ അല്ല റോയ് സാറോ ജോർജ് സാറോ ആയിരിക്കും. 84 ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നു. ഇനിയിപ്പം ആണോ? ഓക്കെ സാർ ഓക്കെ ഇംഗ്ലീഷ് പറയും. 85 86 പറഞ്ഞു. 85 പറഞ്ഞു. കട ഒരുവട് കണ്ണഞ്ചാത് യാണ്ടും ഉഗാമൈ വല്ലതേ ഒറ്റു. നീ ഒറ്റന്റെ ആ രൂപഭാവത്തിനെ കുറിച്ചാണ് ഇതിൽ കവി പറയുന്നത്. കട സംശയിക്കാത്ത വിധത്തിലുള്ള ആരെ കുറിച്ചുള്ള കാര്യങ്ങളാണോ അന്വേഷിക്കാൻ ചെന്നത്, അവർ കട സംശയിക്കാത്ത വിധത്തിലുള്ള ഉരുകൊടു രൂപത്തോടു കൂടി പ്രസന്ന വേഷനായി അവർ കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കണ്ണഞ്ചാത്, സാധാരണ ഒരാളുടെ കണ്ണ് നോക്കുമ്പോൾ അറിയാം അദ്ദേഹം പറയുന്നത് കളവാണോ, അല്ലെങ്കിൽ അയാളുടെ
ആ വന്നതിന്റെ ആഗമന ഉദ്ദേശം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി കണ്ണു നോക്കി സംസാരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നത്. അതേപോലെ ഇവന് ഒറ്റൻ രൂപം മാറി വേഷം മാറിയാണ് ചെല്ലുന്നെങ്കിലും അങ്ങനെ അവർ കണ്ടുപോയി, അല്ലെങ്കിൽ ഇവൻ ആരാണ് അല്ലെങ്കിൽ ഒറ്റനാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു പോയാൽ പോലും അന്നേരവും പേടിച്ച് തന്റെ പേടി കണ്ണിൽ കൂടി പുറത്തറിയിക്കാതെ ആണ് ഇരിക്കാൻ എന്ന് പറയുന്നു. അവർ കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കണ്ണഞ്ചാതെ ഒട്ടും ഭാരവശ്യം കാണിക്കാതെ യാണ്ടും സാമദാന ഭേദദണ്ഡങ്ങളാവുന്ന രൂപായങ്ങൾ അവർ പ്രയോഗിച്ചാലും പുകാമൈ തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെ പുറത്തു പറയാതിരിക്കുന്ന വല്ലതെ അത്രയ്ക്കുള്ള സാമർഥ്യം കഴിവും ഉള്ളവനാണ് നല്ല ഒറ്റ് ചാരൻ. ചാരുവർത്തിക്ക് നിയോഗിക്കപ്പെട്ടവൻ ആരെക്കുറിച്ചാണ് വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ പോകുന്നത് അവരുടെ ഇടയിലെത്തുമ്പോൾ അവർ തന്നെ തിരിച്ചറിയാത്ത വിധത്തിലുള്ള വേഷം അണിയണം. അതിന് ഓരോരുത്തർക്കും ചിലപ്പോൾ സാറിന് അറിഞ്ഞ പോലെ മണിക്ക്, പാപ്പൻ, കാപ്സൻ തുടങ്ങിയവരുടെ വേഷം അതിന് പറ്റും. ആരെങ്കിലും സംശയപൂർവ്വം നോക്കുകയാണെങ്കിൽ അല്പം പോലും ഭയപാരവശ്യം കാണിക്കാൻ പാടില്ല. ആരുടെയെങ്കിലും പിടിയിൽപ്പെട്ട് ചോദ്യഭേദ്യങ്ങൾക്ക് വിധേയനായ വേണ്ടി വന്നാൽ പോലും ഉള്ളിലുള്ള രഹസ്യങ്ങൾ മിണ്ടാൻ പാടില്ല. ഈ ഗുണങ്ങളെല്ലാം ഉള്ളവനത്രേ ഉത്തമനായ ചാരൻ. ഓവർ. തിരുക്കുറൾ അധികാരം 59 ഒറ്റാടൽ. കുറൾ 585. കടാ ഉരുവടു കണ്ണഞ്ചാതു യാണ്ടും ഉകാമൈ വല്ലതേ ഒറ്റു. കണ്ടറിയാ വേഷം നിർഭയത്വം എന്തു ചെയ്കിലും മിണ്ടാത്തോൻ ചാരൻ. ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നു, വേഷം കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ കഴിയണം ഒരു ചാരന്റെ. ഉള്ളിലും പുറത്തും ഭയമില്ലായ്മയായിരിക്കണം. പ്രതികൂല സാഹചര്യത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഒന്നും തന്നെ വെളിപ്പെടുത്താതിരിക്കൽ തുടങ്ങിയ ഗുണങ്ങൾ ഒരു ചാരന് ഉണ്ടാവണം. ഇവിടെ മനസ്സിലാകുന്നത് ധൈര്യശാലിയും സത്യസന്ധനും യജമാനനോട് കൂറുള്ളവനുമാണ് ചാരൻ എന്നാണ്. രാജാവിന് കാണാൻ കഴിയാത്തത് ദൂരെയുള്ള കാര്യങ്ങൾ, അന്യദേശത്തെ കാര്യങ്ങൾ അവിടെ ചെന്ന് കണ്ടറിഞ്ഞ് സന്ദേശം എത്തിക്കുക എന്നത് ഭാരിച്ച ചുമതല തന്നെ. വർത്തമാനകാല സംഭവങ്ങൾ അറിഞ്ഞാൽ മാത്രമേ രാജാവിന് അതനുസരിച്ച് നീങ്ങാൻ കഴിയുകയുള്ളൂ. മറ്ററിവുകൾ രാജഭരണം നടത്തുന്നതിന് കഴിവായും പ്രായോഗിക ബുദ്ധിയായും കണക്കാക്കാം. എന്നാൽ അപ്പോഴുള്ള ഗുണകരമായ പ്രതികരണം സാധ്യമാകണമെങ്കിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നാരദനെ പോലെയുള്ള വാർത്താവാഹകരുടെ സഹായം അനുപേക്ഷണീയം. ചാരന്മാർ ആരെക്കുറിച്ചാണോ അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം എത്തുന്നിടത്തെ വേഷവിധാനമായിരിക്കണം, തിരിച്ചറിയാനാവാത്ത തരത്തിലുള്ളത്. ആരുടെയെങ്കിലും സംശയരൂപേണയുള്ള നോട്ടം നിർഭയത്തോടെ നേരിടാൻ കഴിയണം, സധൈര്യത്തോടെ നേരിടാൻ കഴിയണം. അതുപോലെ ആരുടെ പിടിയിൽപ്പെട്ടാലും അവരുടെ സംശയങ്ങൾക്ക് സാഹചര്യം അനുസരിച്ചുള്ള മറുപടി, രഹസ്യങ്ങളൊന്നും തന്നെ ചോർന്നു പോകാതെയും ദണ്ഡനമുണ്ടായാൽ കൂടി ഒന്നും തന്നെ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ടത് ഒരു ഉത്തമ ചാരന്റെ സവിശേഷതകളാണെന്ന് ഈ കുറളിലൂടെ തിരുവള്ളുവർ ചാരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രാജാവ് നിഷ്കർഷിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കുറൾ 585. കടാവുരുവടു കണ്ണഞ്ചാതു യാണ്ടും ഉകാമൈ വല്ലതേ ഒറ്റു. കണ്ടറിയാ വേഷം നിർഭയത്വം എന്തു ചെയ്യിലും മിണ്ടാത്തോൻ ചാരൻ. ഓർ സർ. Rule 585. Spying is expressing smartness, fearless of others, of non-suspecting foe without revealing secret anywhere. Kada a uruvodu kan anjadiyandum uga amai vallade uttu.
Qural 586. துறந்தார் படிவத்தர் ஆகி இறந்து ஆராய்ந்து என் செய்யணும் ചോർവിലത് ഒറ്റ്. ഈ ഒറ്റന്റെ ധർമ്മം എന്താണെന്ന് കൂടി പറയുന്നു. ഒറ്റന്റെ ഗുണത്തെ പറഞ്ഞു, വേഷത്തെ കുറിച്ചു, അടുത്ത അവന്റെ ധർമ്മം എന്തായിരിക്കണം എന്ന് കൂടി കവി പറയുന്നുണ്ട്. തുറന്താർ സന്യാസിമാരുടെ, പടിവത്തർ വ്രതശീലം കാണിക്കുന്നവർ, ആകി ആയിട്ട്, ഇറന്ത് പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കടന്നു ചെന്ന് ആരാய்ந்து അറിയേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ് എൻ ചെയ്യനും അവിടെയുള്ളവർ സന്ദേഹിച്ച് തടഞ്ഞു നിർത്തി എന്ത് ഉപദ്രവം തന്നെ ചെയ്താലും ചോർവിലത് തന്റെ സത്യം വെളിപ്പെടുത്താത്തവനും ഉത്സാഹം ഒട്ടും കുറയാത്തവനും അത്രേ ഒറ്റ് നല്ല ചാരൻ. നല്ല ചാരൻ സന്യാസിയുടെ വേഷത്തിൽ കടക്കാൻ പ്രയാസമുള്ളിടത്ത് പോലും കടന്നു ചെന്ന് ഉത്സാഹം കൂടാതെ എല്ലാം കണ്ടറിഞ്ഞ് ശത്രുക്കളിൽ നിന്നും കഠിനദണ്ഡനം ഏൽക്കേണ്ടി വന്നാൽ പോലും സ്വയം വിട്ടുകൊടുക്കാതെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ വിജയപൂർവ്വം മടങ്ങി വരുന്നവനാകുന്നു. ഓവർ. താങ്ക് യു സർ. കുറൽ 586. തുറന്താർ പടിവത്തർ ആകി ഇറന്തു ആരായ്ന്തു എൻ ചെയ്യിനും ചോർവിലതു ഒറ്റു. ഫിഷുപോൽ ചെന്നറിഞ്ഞുത്സാഹിക്കെ കഠിന ശിക്ഷയിലും ഇടറാത്തോൻ ചാരൻ. സന്യാസ വേഷം ധരിച്ച് ശത്രു സങ്കേതങ്ങളിൽ ചെന്ന് നിരീക്ഷണം നടത്തുമ്പോൾ സംശയിക്കപ്പെട്ടാലോ പിടിക്കപ്പെട്ടാലോ എത്ര കഠിനമായ ശിക്ഷയിലും തളരാതെ ഇരിക്കുന്നതാണ് ചാരധർമ്മം. പുരാതന കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ശത്രുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ചാരന്മാരെ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മധ്യകാലഘട്ടത്തിൽ ചാരന്മാർ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിച്ചു. ആധുനിക കാലഘട്ടത്തിലെ ചാരന്മാരാകട്ടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സൈനികപരമായ കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. കൂടാതെ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സൈബർ ചാരപ്രവർത്തനവും ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ധാർമ്മികമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കപ്പെടാനുമുള്ള സാധ്യത ഏറെയാണ്. തന്നെയുമല്ല, പിടിക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന ശിക്ഷ അതികഠിനവുമായിരിക്കും. എന്നിരുന്നാൽ പോലും അവയിലൊന്നും തളരാതെ ഇരിക്കുന്ന ആളായിരിക്കണം ചാരൻ എന്ന് കുറൾ ഉത്ബോധിപ്പിക്കുന്നു. കുറൾ 586. തുറന്താർ പടിവത്തർ ആകി ഇറന്തു ആരായ്ന്തു എൻ ചെയ്യിനും ചോർവിലത് ഒറ്റു. പിഷുപോൽ ചെന്നറിഞ്ഞുത്സാഹിക്കെ കഠിന ശിക്ഷയിലും ഇടറാത്തോൻ ചാരൻ. താങ്ക് യു. Reaching enemy camp in Saints Row and watching, keeping strength at any reaction of the doubting is the duty of the spy. Kural 586. തുറന്താൽ പടിവത്തറാകി ഇറന്തു ആരായ്തു എൻ ചെയ്തും ചോർ വിലത് ഒറ്റു. Kural 587. மறைந்தவை கேட்க வற்றாகி அறிந்தவை ஐயப்பாடு இல்லதே ஒற்று. മറന്നവൈ മറവായിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെ കേൾക്ക പറ്റാകി അവരുടെ ഇടയിൽ ഉള്ളവരിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവനായി, അറിന്തവൈ അങ്ങനെ അറിഞ്ഞ അത്തരം കാര്യങ്ങളിൽ അയ്യപ്പാടില്ലതെ പിന്നെ ഏതൊരു സംശയവും ഇല്ലാത്തവനായി ഇരിക്കുന്നവനത്രേ നല്ല ഒറ്റ് ചാരൻ. ആരെക്കുറിച്ചാണോ അറിയാൻ ചെല്ലുന്നത് അവരുടെ രഹസ്യങ്ങളെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ തന്ത്രപൂർവ്വം അറിയുവാനും അങ്ങനെ അറിഞ്ഞ വസ്തുക്കളിൽ പിന്നീട് യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത വിധത്തിൽ ദൃഢമായി പ്രവർത്തിക്കാനും കഴിയുന്നവനത്രേ നല്ല ചാരൻ. ഓവർ. തിരുക്കുറൾ അധികാരം 59 ഒറ്റാടൽ. കുറൾ 587. மறந்தவை கேட்க வற்றாகி
അറന്തവൈ അയ്യപ്പാടു ഇല്ലതേ ഒറ്റു. സ്ഫുടമായ രഹസ്യങ്ങൾ കേട്ട് സന്ദേഹത്തിലിടറാതെ തുനിയുവോൻ ചാരൻ. രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനായിരിക്കണം ചാരൻ. നന്മയായിക്കോട്ടെ ദോഷമായിക്കോട്ടെ അത് എന്തു തന്നെയായാലും സത്യസന്ധമായി രാജാവിൽ എത്തിക്കുന്നവനാണ് ഒരു രാജാവിന് ആവശ്യം. ആരെക്കുറിച്ചാണോ അറിയാൻ എത്തുന്നത് അവരുടെ രഹസ്യ കാര്യങ്ങളെല്ലാം തന്ത്രപൂർവം അവരുടെ വിശ്വസ്തരിൽ നിന്നും ചോർത്തിയെടുത്ത് പിന്നീട് യാതൊരുവിധ സംശയത്തിനും ഇടവരാത്ത രീതിയിൽ പ്രവർത്തിക്കുവാനും കഴിയുന്നവനാണ് ഒരു നല്ല ചാരൻ. അല്പം പോലും അശ്രദ്ധയില്ലാതെ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് ഒരു വിജയമുണ്ടാകുന്നത്. രാജാവിൻ്റെ ഓരോ ചുവടും സംശയലേശമന്യേ വെക്കേണ്ടതുണ്ട്. ഉദാഹരണമായി തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തന്നെ വധിക്കാനായി 8 വീട്ടിൽ പിള്ളമാർ ഒരുക്കിയ ഗൂഢപദ്ധതി അവർ അതിനെക്കുറിച്ച് ആ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതിയിൽ പങ്കെടുത്തിരുന്ന ഒരു സന്ദേശവാഹകൻ, അതായത് പദ്ധതിയിൽ പങ്കെടുക്കാത്തവർക്ക് എത്തിക്കുന്നതിനായിട്ട് സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. അത് കൊണ്ടുപോകുന്നവരുടെ ചെരുപ്പിന്റെ തുകലിനുള്ളിലായിരുന്നു ആ സന്ദേശം വെച്ചിരുന്നത്. ആ സന്ദേശവാഹകരിൽ ഒരാൾ മാർത്താണ്ഡവർമ്മയുടെ ചാരനായിരുന്നു. അദ്ദേഹം അത് രാജാവിൻ്റെ ചെവികളിൽ എത്തിക്കുകയും അദ്ദേഹം അത്ഭുതകരമായി ആ ഗൂഢാലോചനയിൽ നിന്ന് മുക്തനാകുകയും അതുപോലെ തന്നെ ആ കാര്യം ചെയ്തവരെ, ആ ഗൂഢാലോചന നടത്തിയവരെ ഉന്മൂലനം ചെയ്യുകയും ഉണ്ടായി. അതെ, ഇതുപോലെ ധാരാളം ചാരപ്രവർത്തികളുടെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ രാജാവിനെ പോലെ തന്നെ ഓരോ വ്യക്തിയും കുടുംബത്തിലും ഓഫീസിലും അവരവരുടെ പ്രവർത്തന മേഖലയിലും ചാരന്മാരുടെ സഹായം തേടാവുന്നതാണ്. അവ തനിക്കും കൂടെയുള്ളവർക്കും സമൂഹത്തിനും ഗുണകരമാകുന്നുവെങ്കിൽ മാത്രം. ചാരന്മാർ എപ്പോഴും സദ്വാർത്തകൾ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാജാക്കന്മാരും രാജ്യവും ഇതിലൂടെ സമ്പന്നമാകട്ടെ എന്നും. ഖുറാനിലെ ഒരു ഹദീസിൽ പറയുന്നു, ഊഹത്തെ സൂക്ഷിക്കുക, കാരണം സംസാരത്തിലെ ഏറ്റവും വലിയ നുണയാണ് ഊഹം. പരസ്പരം തെറ്റുകൾ അന്വേഷിക്കരുത്, അന്യോന്യം ചാരപ്പണി ചെയ്യരുത്, കലഹിക്കരുത്, അസൂയപ്പെടരുത്, വെറുക്കരുത്, അകന്നു പോകരുത്, മറിച്ച് സഹോദരങ്ങളെപ്പോലെ വർത്തിക്കുക. ഏറെക്കുറെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ചാരപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഖുറളിലും ഒരു പണി ചെയ്യുന്ന ആളിന് ഉണ്ടായിരിക്കേണ്ട മനധൈര്യത്തെക്കുറിച്ചാണ് തിരുവള്ളുവർ ഈ ഖുറളിലൂടെ നമ്മെയും അതുപോലെ തന്നെ രാജാക്കന്മാരെയും ഒക്കെ ഉദ്ബോധിപ്പിക്കുന്നത്. രാജാവിനെ ഉദ്ബോധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇത് ബാധകമാണ് താനും. ഖുറൾ 587 മറന്തവൈ കേൾക്ക വറ്റാകി അറിന്തവൈ അയ്യപ്പാടു ഇല്ലതേ ഒറ്റു. സ്ഫുടമായ രഹസ്യങ്ങൾ കേട്ട് സന്ദേഹത്തിലിടറാതെ തുനിയുവോൻ ചാരൻ. ഓവർ സർ, താങ്ക് യു. Okay. Tirukkural chapter 59 and Kurals explains about the spy and spy works. This Kural 587 says that seeking secrets and fearless action over known secret is work of spy. That means listening to the plans that are secretly discussed by the enemies and taking appropriate actions based on the information obtained without any doubt whatsoever. This alone is known as spy. Thank you. Over. ഖുറാൻ 588. ഇനി രാജാവിന് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ഒറ്റ
തത്തന്ത പൊരുളയും മറ്റുമൊരു ഒറ്റിനാൽ ഒറ്റിക്കൊളൽ. ഒറ്റ് ഒരു ചാരൻ ഒറ്റി രഹസ്യമേ അറിഞ്ഞ് തന്നെ അറിയിച്ച പൊരുളയും കാര്യത്തെയും മറ്റും വീണ്ടും ഒരു ഒറ്റിനാൽ ഒരു ചാരനെ നിയോഗിച്ച് അവനിൽ കൂടിയും ഒറ്റി നിരീക്ഷണം ചെയ്യിച്ച് കൊളൽ. അതിനുശേഷം സ്വീകരിക്കുകയാണ് വേണ്ടത്. രാജാവ് ഒരു ചാരനിൽ നിന്ന് കിട്ടിയ വിവരം അതേപടി അങ്ങ് വിശ്വസിക്കാതെ മറ്റൊരു ചാരനെ കൂടി നിയോഗിച്ച് വിവരം തേടണം. രണ്ടുപേരും നൽകിയ വിവരങ്ങൾ സ്വന്തം നിലയ്ക്ക് തുലനം ചെയ്ത് നോക്കണം. എന്നിട്ടേ അന്തിമമായ തീരുമാനം കൈക്കൊള്ളാവൂ. ഓവർ. കുരൾ 588. ചാരൻ ഒരാൾ തരും വസ്തുതകൾ വീണ്ടും ഒരു ചാരനിൽ കൂടി കയറി ഇറക്കണം. ഒരു ഗൂഢാലോചനക്കാരിൽ നിന്നും അറിയുന്ന വസ്തുതകൾ സത്യമാകാം, ചിലപ്പോൾ തെറ്റാകാം. മറ്റൊരു ഗൂഢാലോചനക്കാരിൽ കൂടെ ആ അറിവ് ഒന്ന് പകർത്തി വീണ്ടും ഒന്ന് പരിശോധിച്ചതിന് ശേഷം അത് ഉറപ്പിക്കാവൂ എന്നാണ് ഈ കുറലിലൂടെ വളരെ കൃത്യമായിട്ട് തിരുക്കുറൾ പറയുന്നത്. കാരണം എപ്പോഴും നമുക്കറിയാം, ഒരു ചാരന് തരുന്ന ഇൻഫർമേഷൻസ് അത് കറക്റ്റാണോ, അത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രോബ്ലം, അത് യഥാർത്ഥമല്ലെങ്കിൽ പലപ്പോഴും അത് സ്വീകരിക്കുന്ന ആൾക്ക് പ്രശ്നമുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. Fact known from a spy must be confirmed after seeking it by another spy. കുരൾ 588. ഒറ്റി തന്ത പൊരുളയും മറ്റുമോർ ഒറ്റിനാൽ ഒറ്റിക്കോളൽ. കുരൾ 589. ഒറ്റൊറ്റ് ഉണരാமை ആൾക ഉടൻ മൂവർ சொல்தொக்க தேறப்படும். ഒറ്റൻ ഒരു ചാരൻ, ഒറ്റ് മറ്റൊരു ചാരനെ, ഉണരാமை തിരിച്ചറിയാത്ത വിധത്തിൽ ആൾക കൊണ്ടു നടത്തുക. അങ്ങനെ നിയോഗിക്കപ്പെട്ട ചാരന്മാരിൽ ഉടൻ മൂവർ 3 പേർ ചൊൽ പറയുന്നത് തൊക്ക ഫലത്തിൽ ഒന്നു തന്നെ ആയിരിക്കുന്ന പക്ഷം തേറപ്പെടും ആ സംഗതി ശരി തന്നെയാണെന്ന് അറിഞ്ഞു കൊള്ളണം. ഓവർ. താങ്ക് യു സർ. കുരൽ 589. ഒറ്റു ഉണരാമൈ ആൾക ഉടൻ മുവർ ചൊൽതൊക്കെ തേറപ്പെടും. ചാരന്മാർ തങ്ങൾ അറിയാതെ കണ്ടുണ്മ മൂവരിൽ നിന്നറിയണം. പരസ്പരം അറിയാത്ത വിധം ചാരന്മാരെ നിയോഗിക്കുക. അങ്ങനെ നിയോഗിച്ചവരിൽ 3 പേരുടെ വാക്ക് ഒരുപോലെയാണെങ്കിൽ അത് വിശ്വാസയോഗ്യമാണ് എന്ന് കുറൽ. ഭാരതീയ ഇതിഹാസങ്ങൾ വിപുലമായ ചാരശൃംഖലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാക്ഷസ രാജാവായ രാവണന്റെ ചാരന്മാരെ പ്രത്യായിക അഥവാ വിശ്വസ്തൻ, സുരൻ അഥവാ വീരൻ, ധീരൻ അഥവാ അസ്വസ്ഥൻ, ആശാദ്വാസൻ അഥവാ നിർഭയൻ എന്നിങ്ങനെ പരാമർശിച്ചിരിക്കുന്നു. അലാവുദ്ദീൻ ഖിൽജി കുട്ടികളെ വിപണിയിൽ ചാരന്മാരായി നിയമിച്ചത് വിൽപ്പനക്കാർ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുകയും ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിനാണ്. ചാരവൃത്തി ശൃംഖല ഇന്നും തുടരുന്നു. അഴിമതി, തീവ്രവാദം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ആഗോളവൽകൃത ലോകത്തിലെ രാജ്യങ്ങളുടെ അനിവാര്യമായ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ISI മുതലായ ഏജൻസികൾ സുപ്രധാനമാകുന്നത്. ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചാരന്മാരുടെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കുറൽ 589. ഒറ്റു ഉണരാമൈ ആൾക ഉടൻ മുവർ ചൊൽ തൊക്കെ തേറപ്പെടും. ചാരന്മാർ തങ്ങൾ അറിയാതെ കണ്ടുണ്മ മൂവരിൽ നിന്നറിയണം. താങ്ക് യു. Okay. Tirukkural 589 says that employ spies without
they knowing each other. If words of 3 spies thus appointed say the same, that is reliable. Many spies should be employed without their knowledge of each other. If 3 such men bring the same information, then it should be accepted as truth. Over. Thank you. കുറൾ 590 ലാസ്റ്റ്. ഇതുവരെ കവി പറഞ്ഞത് ആദ്യത്തെ 3 കുറളിൽ ചാരവൃത്തിയുടെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത 4 ചാരന്റെ സ്വഭാവം, രൂപം, ധർമ്മം, നല്ല ചാരൻ ആര് എന്നൊക്കെ പറഞ്ഞു. അടുത്ത 2 പറഞ്ഞു അത് എങ്ങനെ വിലയിരുത്തണം എന്ന് പറഞ്ഞു. രാജാവ് ഒറ്റന്മാരുടെ ഇത് എങ്ങനെ വിലയിരുത്തണം, കിട്ടുന്ന ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചെയ്തികൾ എങ്ങനെ വിലയിരുത്തണം എന്ന് പറഞ്ഞു. ഇനി അവസാനം പറയുന്നുണ്ട്. അപ്പൊ രാജാവിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ് ചാരൻ. പക്ഷെ അങ്ങനെ ഒരു ചാരനെ എന്താ പറഞ്ഞാല് അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ പ്രശംസിക്കുകയും മറ്റൊക്കെ ചെയ്യണം എന്ന് രാജാവിന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അത് പരസ്യമായി ചെയ്യരുത് എന്ന് കവി ഒരു സൂചന കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചാരന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെ ചാരനൊക്കെ നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി പോകും, മറ്റ് രാജ്യക്കാർക്ക് മനസ്സിലായി പോകും എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരാളെ പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ, അവനെ അഭിനന്ദിക്കണമെന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ട് അവനത് ചെയ്യണം എന്നാണ് രാജാവിന് പോലും കവി ഒരു ഉപദേശം നൽകുന്നത്. ഓക്കെ. ചിറപ്പറിയ ഒറ്റിൻകൺ ചെയ്യർക്ക് ചെയ്യിൻ പുറപ്പെടുത്താൻ ആകും മറൈ. ചിറപ്പറിയ ഒരു ചാരന്റെ സാമർത്ഥ്യം പുറത്തുള്ളവർ അറിയത്തക്ക വിധത്തിൽ പരസ്യമായിട്ട് ഒറ്റിൻകൺ രഹസ്യങ്ങൾ അറിയിക്കുന്ന ആ ചാരനെ ചെയ്യർക്ക സമ്മാനങ്ങളും മറ്റും നൽകി അംഗീകരിക്കരുത്. അതൊക്കെ അതീവ രഹസ്യമായിട്ടേ ആകാവൂ. പരസ്യമായി അങ്ങനെ ചെയ്യുന്ന പക്ഷം മറൈ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട ആ രഹസ്യം പുറപ്പെടുത്താനാകും, താൻ തന്നെ പുറത്തെടുത്ത് ഇട്ടതുപോലെ ആകും എന്ന് രാജാവിന് പോലും കവി ഒരു എന്താ പറഞ്ഞ പോലെ താക്കീത് കൊടുത്തിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഓവർ. കുറൾ 590. ചിറപ്പു അറിയ ഒറ്റിൻകൺ ചെയ്യർക്ക ചെയ്യിൻ പുറപ്പെടുത്താൻ ആകും മറൈ. ചാരനിൽ പരിഗണന അരുതു, രഹസ്യങ്ങൾ അതു താനേ പുറത്താക്കും പോലെ. പരസ്യമായി ചാരവൃത്തി നടത്തിയതിന് ആർക്കും അവാർഡുകൾ നൽകരുത്. അങ്ങനെ ചെയ്താൽ സ്വയം രഹസ്യ ഏജന്റായി രാജാവ് തന്നെ കുഴിയിൽ വീഴും, അല്ലെങ്കിൽ അധികാരി തന്നെ കുഴിയിൽ വീഴും. ചാരന്മാർ കരുളും നന്മ ഗോപ്യമായി തന്നെ ചെയ്യണം, അല്ലേൽ ആത്മരഹസ്യങ്ങൾ വെളിവാക്കിയ പോലെയാ. കവി അങ്ങനെയും പറയും. അപ്പോൾ ഇന്നത്തെ ഈ കുറൾ അവസാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഈ തിരുക്കുറളിന്റെ കർത്താവ് തിരുവള്ളുവർ വളരെ താത്വികമായ ഒരു ആചാര്യഭാവത്തിൽ സംസാരിക്കുന്ന ആളാണ്. അല്ലാതെ കുറച്ച് നന്മ മാത്രം പറഞ്ഞു പോവുകയല്ല. ഓരോരുത്തർക്കും വേണ്ട ചില ക്വാളിറ്റികൾ, അത് ഒരുപക്ഷെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ചിലത് മോശമാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ അതിനെ നാം വീക്ഷിക്കേണ്ടത് ഇതൊരു താത്വിക അവതരണമാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നാൽ, ഒരു ചാരന് ഒരു സന്യാസിയായി ആൾമാറാട്ടത്തിൽ പോകാൻ കഴിയണം, എല്ലാ സ്ഥലങ്ങളിലും നുഴഞ്ഞു കയറണം, ഏത് വിധേനയും അക്ഷീണം ബുദ്ധി ശേഖരിക്കണം.
ഒരു ചാരന് ഉന്നത രഹസ്യങ്ങൾ നിഷ്കളങ്കമായി പുറത്തെടുക്കാനും അവരുടെ സത്യസന്ധത സംശയാതീതമായി പരിശോധിക്കാനും കഴിവുണ്ടായിരിക്കണം. മറ്റൊരു ചാരനെ വിന്യസിച്ചുകൊണ്ട് ഒരു ചാരൻ ശേഖരിക്കുന്ന രഹസ്യ അന്വേഷണം പോലും ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കുക, അന്വേഷകരെ നയിക്കുക, അങ്ങനെ അവർ പരസ്പരം അറിയില്ല എന്നും ഉറപ്പുവരുത്തണം. 3 പേർ ഒരഭിപ്രായത്തിന് യോജിച്ചാൽ അത് വിശ്വസനീയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചാരവൃത്തിക്ക് ഉള്ള ബഹുമതികൾ ഒരിക്കലും പരസ്യമായി നൽകരുത്. നൽകിയാൽ സ്വയം രഹസ്യം ചോർത്തിയവനെ പോലെയാകും, അഥവാ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയും ആകാം. ഒക്കെ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ഇത് രാജാവിനും പ്രജകൾക്കും എല്ലാവർക്കും ചില അവസരങ്ങളിൽ ഉപകാരപ്പെട്ടേക്കാം, എങ്കിലും നന്മയ്ക്കായി ഉപയോഗിക്കുക. ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു രാജാവിന് ചിലതെല്ലാം വേണം. അതുകൊണ്ട് ആ തരത്തിൽ ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സകലർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓവർ. Thank you, sir. Don't give awards for spying in public. If so, the secret agent will get published. King Sibi was renowned for his wisdom and compassion, ruling with an unwavering sense of justice. One day, a young, brilliant spy successfully uncovered a conspiracy against the kingdom, and the grateful king was moved to reward him publicly. However, he paused, remembering a deeper truth. A public reward for a spy's bravery would only expose his identity and endanger his life, making it impossible for him to continue his selfless service. So the king honored the spy with a secret gift, a gesture that spoke not of fame but of profound gratitude and a deep understanding of the sacrifices made in the shadows. He knew that the greatest reward for such a noble heart was not recognition, but the ability to continue protecting the people he loved, unseen and unheard. For, as the ancient saying goes, the truest hero is the one whose name is never sung. Spies are the silent sentinels who guard a kingdom, their true worth measured not in glory, but in the peace they secretly secure. Their sacrifices made in the shadows are the foundation upon which the light of justice shines for all. And so the Tirukural stands as a timeless beacon, its verses a gentle map for the heart and mind, guiding us toward a life of virtue, love, and wisdom. It reminds us that the greatest strength lies in a compassionate soul and the courage to live by its truth. A small poem. In shadows deep, a silent plea, a secret heart for all to see. Tirukural's words, a gentle art to mend a word and touch a heart.
about the spy. In shadows they walk, the unseen hand, a silent promise to protect the land. Their triumphs are secret, their names unknown. On a throne of peace, their true legacy is sought. Thank you, Sabu sir, Nayanar sir, and Joshi sir. I am very grateful to be the part of this great discussion. Thank you very much, Roy sir, Sheila Begum, Usha ma'am, Matthew sir, and Gopakumar sir. Thank you very much. താങ്ക് യു മാം, താങ്ക് യു. വളരെ നടക്കുന്നില്ല. ഇന്ന് വളരെ നേരത്തെ തീർന്നു, വളരെ കൃത്യമായിട്ട്. ആയി, മനോഹരം. കറക്റ്റ് കുറെ 8:05 പേരില്ല. ആയപ്പോഴത്തേക്കും ഫിനിഷായി. കുറെ പേരില്ലായിരുന്നു. നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, നമ്മൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തു എന്ന് വേണം ചിന്തിക്കാൻ. വെരി ഗുഡ്. പിന്നെ ഇന്നത്തെ വിഷയം വളരെ പ്രത്യേകതയുള്ളതാണ്. ചാരന്മാരാണ് ഇന്ന് മുഴുവൻ രാജാക്കന്മാരായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. മോഹൻദാസ് സാർ, അടുത്ത ആഴ്ച എന്താണ്? ധൈര്യം, കറേജ്. വെരി ഗുഡ്. അത് അവനവന്റെ മനോധൈര്യമാണ് വേണ്ടത്. സമ്പത്തിനേക്കാളും നല്ലത് മനോധൈര്യം എന്നാണ് കവി പറയുന്നത്. അടുത്തത്, മനുഷ്യന് സ്വന്തമെന്ന് പറയാവുന്നത് അയാളിലെ ധൈര്യത്തെയാണ്. ധൈര്യമില്ലാത്തവൻ സ്വന്തമായിട്ടുള്ള എന്തിനെങ്കിലും സ്വന്തമാണോ എന്നാണ് ചോദിക്കുന്നത്. ധൈര്യമില്ലാത്ത, അതുകൊണ്ട് ധൈര്യം വേണം എന്നുള്ളത്. അപ്പൊ എല്ലാവരും ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് വരിക കേട്ടോ. ഓക്കെ. എന്നാ സാറേ തിരുവനന്തപുരത്തെ പരിപാടി? തിരുവനന്തപുരത്ത് മകളുടെ വീട്ടിൽ വന്നു. മകള് ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിൽ പോയിട്ട് 2 ആഴ്ച അവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ അസുഖമായി. അപ്പൊ അവളെ ഒന്ന് കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ 1-2 വിശേഷങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം ഇവിടെ നിൽക്കുന്നു. ഞായറാഴ്ച അങ്ങോട്ട് തിരിക്കും. ഞായറാഴ്ച രാത്രി. ഓക്കെ. അപ്പൊ കൊള്ളാം. ഇന്നത്തെ കുറള്